Hi friends, welcome to Ruby's Kitchen. അവലുകൊണ്ട് സോഫ്റ്റും ടേസ്റ്റിയുമായ കറുത്ത ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണിത്. ഇത് കഴിച്ചവർ ആരും തന്നെ പറയില്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അവൽ കൊണ്ട് തന്നെയാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ഈ കറുത്ത ഹൽവയ്ക്ക്. ഹൽവയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. അവൽ ഹൽവയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ 3 കപ്പ്, ശർക്കര ഒരു 3/4 കിലോ ശർക്കര ഞാൻ പാനിയാക്കി എടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി 2 ടേബിൾ സ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 2 വലിയ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അണ്ടിപ്പരിപ്പ് 1 ബൗൾ. ഹൽവ തയ്യാറാക്കാനായി ആദ്യം അവലിനെ വറുത്തെടുക്കാം. അതിനായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് അവലിട്ട് വറുത്തെടുക്കാം. അവലെടുത്ത് ഒന്ന് പൊടിച്ചാൽ പൊടിയുന്ന പാകമാകുമ്പോൾ മാറ്റി തണുക്കാനായി വയ്ക്കാം. തണുത്ത ശേഷം അവലിനെ മിക്സിയുടെ ജാറിൽ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അവല് പൊടിച്ചു വരുമ്പോൾ വളരെ കുറച്ചായിട്ടേ കാണുന്നുള്ളൂ എങ്കിലും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് കുതിർന്ന് പെരുകി വന്നോളും. അങ്ങനെ പൊടിച്ചെടുത്ത അവലാണിത്. ഈ പൊടിച്ചെടുത്ത അവലിനെ ഒരു പാത്രത്തിലിട്ട ശേഷം തേങ്ങാപ്പാൽ അല്പാൽപ്പം ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തോറും അത് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മിക്സിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവസാനം വരെ കൈ വിടാതെ വേണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ. കാരണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് കൈ വിടാതെ, അതായത് കട്ടയും പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്പസമയം കഴിയുമ്പോൾ തിക്കായി വരാൻ തുടങ്ങും. ഈ സമയം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടൈറ്റായി വരുന്ന സമയം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി പാനിൽ നിന്ന് വിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എണ്ണമയം നന്നായിട്ട് ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു അവസ്ഥ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഈ ഹൽവയെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഗാർണിഷിനായി അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഹൽവ റെഡിയായിട്ടുണ്ട്. തണുത്ത ശേഷം മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറുത്ത ഹൽവ തയ്യാർ. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അവൽ കൊണ്ടുള്ള ഹൽവ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.